വീണ്ടും വീണ്ടും രാഹുൽ ഈശ്വർ സ്ത്രീത്വത്തെ അപമാനിക്കുന്നു. നടി ഹണി റോസിന്റെ പുതിയ പരാതിയിൽ രാഹുൽ ഈശ്വറിനെതിരെ വീണ്ടും പോലീസ് കേസെടുത്തു എന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരികയാണ്. എറണാകുളം സെൻട്രൽ പോലീസാണ് ഇപ്പോൾ രാഹുൽ ഈശ്വറിനെതിരെ കേസെടുത്തിരിക്കുന്നത്. സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന വകുപ്പ് പ്രകാരമാണ് ഇത്തവണ കേസെടുത്തിരിക്കുന്നതും. സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പ്രസ്താവനയിലൂടെ നിരന്തരം അപമാനിക്കുന്നു എന്ന പരാതി നേരത്തെ തന്നെ ഹണി റോസ് രാഹുൽ ഈശ്വറിനെതിരെ നൽകിയിരുന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെയും ചാനൽ ചർച്ചകളിലൂടെയും തന്നെ അധിക്ഷേപിക്കുന്നു എന്നാണ് പരാതിപ്പെട്ടത്. എന്നാൽ ഹണി റോസിനെ അധിക്ഷേപിച്ചിട്ടില്ല എന്നായിരുന്നു രാഹുൽ ഈശ്വർ അന്ന് പറഞ്ഞത്. എന്നാൽ ഇത്തവണ രാഹുൽ ഈശ്വറിന് രക്ഷപ്പെടാൻ സാധിക്കില്ല. അത്തരത്തിൽ വകുപ്പുകൾ ചേർത്താണ് ഇപ്പോൾ രാഹുൽ ഈശ്വറിനെതിരെ ഹണി റോസ് പരാതി കൊടുത്തിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. ഹണി റോസിന്റെ വസ്ത്രധാരണത്തിൽ ഉപദേശം നൽകുക മാത്രമായിരുന്നു താൻ ചെയ്തതെന്ന് പറഞ്ഞാണ് അന്ന് രക്ഷപ്പെട്ടത്. ഇത്തവണ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ രാഹുൽ ഈശ്വർ പെരുമാറി എന്ന പരാതിയിലാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. രണ്ടാം തവണയും രാഹുൽ ഈശ്വറിനെതിരെ നടി പരാതി നൽകിയതിനെ തുടർന്നാണ് ഇപ്പോൾ പോലീസ് കേസെടുത്ത നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. രാഹുൽ ഈശ്വറിനെതിരെ IT ആക്ടിലെ 67-ാം വകുപ്പാണ് പോലീസ് ചുമത്തിയിരിക്കുന്നത്. വ്യവസായി ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റിന് പിന്നാലെ രാഹുൽ ഈശ്വർ സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെ നിരന്തരം അപമാനിച്ചു എന്നാണ് നടി ഇപ്പോൾ രണ്ടാമത്തെ പരാതിയിൽ പറഞ്ഞിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. നേരത്തെ തന്നെ രാഹുൽ ഈശ്വറിനെതിരെ നടി നൽകിയ പരാതിയിൽ കേസെടുക്കാൻ പോലീസ് തയ്യാറായിരുന്നില്ല. അതായത് കേസെടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള വകുപ്പുകളൊന്നും തന്നെ ആ പരാതിയിൽ ഇല്ലെന്നാണ് പോലീസ് അറിയിച്ചത്. രാഹുൽ ഈശ്വറിനെതിരെ കോടതി മുഖേന പരാതി നൽകണമെന്നായിരുന്നു പോലീസ് അറിയിച്ചിരുന്നത്. ഹണി റോസിന്റെ പരാതിയിൽ മുൻകൂർ ജാമ്യം വരെ ആവശ്യപ്പെട്ടുകൊണ്ട് രാഹുൽ ഈശ്വർ നേരത്തെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നതാണ്. എന്നാൽ മുൻകൂർ ജാമ്യ അപേക്ഷ അംഗീകരിക്കാത്ത കോടതി പോലീസിനോട് വിശദീകരണം തേടുകയാണ് ചെയ്തത്. കൊച്ചി സെൻട്രൽ പോലീസിനോടാണ് അന്ന് കോടതി വിശദീകരണം തേടിയിരുന്നത്. ഹണി റോസിന്റെ പരാതിയിൽ കേസെടുക്കുന്നുണ്ടോ, കേസിൽ രാഹുൽ ഈശ്വർ പ്രതിയാണോ എന്നൊക്കെയായിരുന്നു അന്ന് കോടതി ചോദിച്ചത്. ഇതിന് മറുപടിയായിട്ട് രാഹുൽ ഈശ്വറിനെതിരെ കേസെടുക്കാൻ വകുപ്പുകളൊന്നും ഇല്ല എന്നായിരുന്നു അന്ന് പോലീസ് വ്യക്തമാക്കിയത്. രാഹുൽ പ്രതിയല്ലെന്നായിരുന്നു കോടതിയെ അന്ന് അറിയിച്ചത്. കോടതി വഴി ക്രിമിനൽ അല്ലെങ്കിൽ സിവിൽ കേസ് നൽകിയാൽ മാത്രമേ തുടർ നടപടികളൊക്കെ സാധ്യമാവുകയുള്ളൂ എന്നും പോലീസ് പറഞ്ഞിരുന്നു. ഈ വിശദീകരണം തേടുന്നതിന് മുമ്പ് രാഹുൽ ഈശ്വറിന്റെ അറസ്റ്റിനെ കോടതി തടഞ്ഞിരുന്നില്ല. അതേസമയം ബോച്ചയ്ക്കെതിരെ പരാതി നൽകിയതിനെ തുടർന്ന് രാഹുൽ ഈശ്വർ നടത്തിയ പരാമർശങ്ങൾക്കെതിരെയാണ് ഹണി റോസ് രംഗത്തെത്തിയത്. തന്ത്രകുടുംബത്തിൽപ്പെട്ട രാഹുൽ ഈശ്വർ ക്ഷേത്രത്തിലെ പൂജാരിയാകാതിരുന്നത് നന്നായെന്നും പൂജാരിയായിരുന്നെങ്കിൽ ക്ഷേത്രത്തിൽ വരുന്ന സ്ത്രീകൾക്ക് അദ്ദേഹം ഒരു ഡ്രസ് കോഡ് ഉണ്ടാക്കിയേനെ എന്നുമായിരുന്നു ഹണി റോസിന്റെ വിമർശനമുണ്ടായത്. ഇതിന് പിന്നാലെയാണ് പോലീസിൽ പരാതി നൽകിയതായിട്ട് ഹണി റോസ് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത്. അതേസമയം സംസ്ഥാന യുവജന കമ്മീഷൻ രാഹുൽ ഈശ്വറിനെതിരെ കേസെടുത്തിരുന്നു. ദിശ എന്ന സംഘടന നൽകിയ പരാതിയിലാണ് കേസെടുത്തത്. സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നായിരുന്നു കേസ്. പരാതിയിൽ സംസ്ഥാന പോലീസ് മേധാവിയോട് കമ്മീഷൻ റിപ്പോർട്ട് തേടിയിരുന്നു. നടി ഹണി റോസിന്റെ വസ്ത്രധാരണം സംബന്ധിച്ച് ചാനൽ ചർച്ചകളിലും സമൂഹ മാധ്യമങ്ങളിലും രാഹുൽ ഈശ്വർ നടത്തിയ പ്രതികരണങ്ങൾക്കെതിരെയാണ് പരാതി. എന്തായാലും ഇത്തവണ രാഹുലിനെ പൂട്ടാൻ തന്നെയാണ് ഹണി റോസ് തീരുമാനിച്ചിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. ഇത്തവണ വകുപ്പുകളൊക്കെ ഇട്ടുകൊണ്ട് തന്നെയാണ് ഹണി റോസ് രണ്ടാമതായി പരാതി നൽകിയിരിക്കുന്നത്. എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലാണ് പരാതി നൽകിയിട്ടുള്ളത്. രാഹുൽ ഈശ്വറിനെതിരെ കേസെടുത്തു എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ഉടനടി നടപടി ഉണ്ടാകുമെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.